സുവൈബത്തുൽ അസ്ലമിയയുടെ പുതിയ ഭർത്താവ് ആദിൽ കാസർഗോഡുകാരനാണ് എന്നാണ് സുവൈബ വെളിപ്പെടുത്തിയത്. കമൻറ്റിലൂടെയാണ് സുവൈബ ഇക്കാര്യം പറഞ്ഞത്. അതിനിടെ സുവൈബ തൻ്റെ പുതിയ ഭർത്താവായ ആദിലിനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുത്തി. എല്ലാവരും കാണാൻ കൊതിക്കുന്ന ആ ദൃശ്യവിസ്മയങ്ങളിലേക്ക്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ചെക്കൻ്റെ പേര്. ചെക്കൻ എന്ന് പറഞ്ഞു കൊടുത്തോണ്ട് എന്താ പേര്? യെസ്. അപ്പോൾ അതിലെന്താണ് പറയാനുള്ളത്? അൽഹംദുലില്ലാഹ്, സന്തോഷമുണ്ട്. എന്താണ് പൊണ്ടാട്ടിനെ കുറിച്ച് അഭിപ്രായം? പൊണ്ടാട്ടിനെ കുറിച്ചിട്ട് അഭിപ്രായം നല്ലതാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ വേണം അല്ലേ? ഇനി സുവൈബ കാസർഗോഡിൻ്റെ മരുമകൾ, അതായത് ഇനി കാസർഗോട്ടേക്ക് വരൂ. അത് മംഗലാപുരം എയർപോർട്ടിലായിരിക്കും ഇനി സുവൈബയുടെ ആ ഒരു വരവ്. ദുബായിൽ നിന്ന് മംഗലാപുരം എയർപോർട്ടിലേക്ക്, എന്നിട്ട് ഭർത്താവിൻ്റെ നാടായ കാസർഗോഡിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ കാസർഗോഡിൽ എവിടെ എന്നാണ് എല്ലാവർക്കും സംശയമുണ്ട്. മഞ്ചേശ്വരത്താണോ, കാസർഗോഡ് ടൗൺ ഭാഗത്താണോ, ചെർക്കളയിലാണോ, നീലേശ്വരത്താണോ, ഉദുമയിലാണോ, കാഞ്ഞങ്ങാടാണോ, എവിടെയാണ് യഥാർത്ഥത്തിൽ ആദിലിൻ്റെ വീട് എന്നൊരു ചോദ്യവുമായി ആരാധകർ ചോദിക്കുന്നുണ്ട്. കാസർഗോഡിൽ എവിടെ എന്ന് സുവൈബ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, ആദിൽ ഭാഗ്യം ചെയ്തവനാണ്. ആദിൽ ഭാഗ്യമുള്ളവനാണ്. സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോഡ് മണ്ണിലേക്ക് സുവൈബയെയും ആദിലിനെയും സ്വാഗതം ചെയ്യുന്നു.